കർക്കുമുളപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മളെ 12 മുത്തുമണികളെ പറ്റിയിട്ടാണ്. 12 മുത്തുമണികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 140 കോടി ജനങ്ങളിൽ നിന്നും ഇന്ത്യയുടെ സെക്യൂരിറ്റി ഏജൻസികൾക്ക് അരിച്ചെടുക്കാൻ പറ്റിയ 12 പേരാണ് ഈ മുത്തുമണി. ഏകദേശം 12 ലക്ഷത്തോളം പേരെ ഇന്ത്യയുടെ ഇന്റലിജൻസ് മറ്റ് ഏജൻസികളും ട്രാക്ക് ചെയ്തതിന് ശേഷമാണ് ഈ 12 പേരെ നമുക്ക് കിട്ടുന്നത്. 1 ലക്ഷത്തോളം പേരെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും അവരെ സംശയിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരാളെ കിട്ടുന്നത്. കാര്യം പലരും സ്പൈങ്ങിൽ നമ്മൾ ചെന്നുപെടുന്നത് യാദൃശ്ചികമായിരിക്കാം, പലരും ചെന്നുപെടുന്നത് മനഃപൂർവ്വമല്ലായിരിക്കാം. അപ്പോൾ അത് ഈ ഏജൻസികൾ നല്ലവണ്ണം ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഒരാൾ കറക്റ്റ് മോട്ടീവോടെയാണ് ഈ പിക്ചർ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് അവർ ഉറപ്പിക്കുന്നത്. ചിലർ ക്രോസ് ബോർഡറായിട്ടുള്ള ലവിൻ്റെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ക്രോസ് കമ്മ്യൂണിറ്റി ലവിൻ്റെ പുറത്തായിരിക്കാം, ഹണി ട്രാപ്പിംഗ് ആയിരിക്കാം, ചിലർ ട്രാപ്പായതായിരിക്കാം, ചിലരിൽ നിന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായിരിക്കാം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് യുദ്ധസമയത്തും അല്ലാത്ത സമയത്തും സ്വർണത്തിനേക്കാളും വിലയുള്ള സാധനം. ഈ ഇൻഫർമേഷൻസ് നമുക്ക് ഏതൊക്കെ വഴിക്ക് പാസ്സായി പോകുന്നു എന്നുള്ളത് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, പാകിസ്ഥാനി ചാരന്മാരെ സൂക്ഷിക്കുക. കാര്യം ഈ ചാരന്മാർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് നമ്മളൊരു ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്തും ഓപ്പറേഷൻ അവസാനിച്ചതിന് ശേഷമായിരിക്കും അവർ ഭയങ്കര ആക്റ്റീവ് ആവുന്നത്. കാര്യം ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ടെക്നിക്കലായിട്ട് അവരെ അസറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ അസറ്റുകളാണ് ഇവരൊക്കെ, ഇന്ത്യയിലുള്ള സ്വത്തുക്കളാണ്. ഇവരെയൊക്കെ അവർ വളരെ തീവ്രമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു ഓപ്പറേഷന് തൊട്ട് മുമ്പായിരിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഇവരുടെ ബോസുമാരെ അങ്ങോട്ട് ബന്ധപ്പെടാൻ ഭയങ്കരമായിട്ട് തിടുക്കം കാണിക്കും. കാര്യം അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ചോർന്നോ എന്നുള്ളതായിരിക്കും. അവർ പേടി കാരണം അവർ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺടാക്ട്, സ്ലീപ്പിംഗ് സെല്ല് പോലെ കിടക്കുന്ന ഈ ആൾക്കാർ തമ്മിലുള്ള കോൺടാക്ട് സജീവമാവുന്നത് ഒരു ഓപ്പറേഷൻ തൊട്ട് മുമ്പും ഓപ്പറേഷൻ കഴിഞ്ഞുമാണ്. ഓപ്പറേഷൻ സമയത്ത് ഇവർക്ക് സൈലന്റ് ആയിരിക്കും, അത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ തൊട്ട് മുമ്പും ഓപ്പറേഷൻ കഴിഞ്ഞും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസീസ് 12 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ കേരളത്തിൽ നിന്നുള്ള 1-2 പേരെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ 12 പേരെ അറസ്റ്റ് ചെയ്യുന്നത്, കേരളത്തിന് പുറത്തുനിന്നുള്ളവർ. അപ്പം ആ യുദ്ധം ഓപ്പറേഷൻ ഓപ്പറേഷൻ പഹൽഗാം കഴിഞ്ഞപ്പോഴേ നമ്മളൊരു വാർണിങ് ഒരു ഷോർട്ടായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും ഇവനെ ആംഗ്യം കാണിക്കുന്നവരെയും നമ്മൾ സൂക്ഷിച്ചോളൂ. കാര്യം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. രണ്ടാമത്, നമ്മുടെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായ സ്ഥിതിക്ക് നമ്മൾ ഓരോരുത്തരും പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ പരിചയപ്പെടുന്ന ആൾക്കാർ ഇതിലൊക്കെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അപകടങ്ങളിൽ ചെന്ന് ചാടും. കാര്യം നിങ്ങളെല്ലാവരും ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നുണ്ട്, അത് ഡെഫിനറ്റ്ലി 10 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഇന്റലിജൻസി എന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ സംസാരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഗവൺമെന്റിന് വിരുദ്ധമായിട്ട് ഉപയോഗിക്കപ്പെടാവുന്ന ഒരു ഇൻഫർമേഷൻ, പ്രത്യേകിച്ചും മറ്റൊരു രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ഇൻഫർമേഷൻ എവിടുന്ന് പോയി കഴിഞ്ഞാലും നിങ്ങൾ ഈ നെറ്റിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതെപ്പോഴും വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ പല വീഡിയോ പല പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ശകലമെങ്കിലും നമ്മൾ ചായ്വ് കുറഞ്ഞ രീതിയിൽ നമ്മൾ വായിൽ നിന്ന് വീഴ്ന്നു പോയി കഴിഞ്ഞാൽ, ഈവൻ ആംഗ്യത്തിൽ പോലും നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ യൂട്യൂബേഴ്സും വളരെ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങളിൽ സേഫ്റ്റി ഓഫ് ഇൻഫർമേഷൻ നമ്മൾ ഓരോ പൗരൻ്റെയും ജോലിയാണ്. നമ്മുടെ രാജ്യത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ വേറൊരാളുടെ കയ്യിൽ എത്തുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണത്. അതിനകത്ത് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം ബുക്ക്ഡ് ആവും. അതിനകത്ത് പിന്നെ ജാമ്യമില്ല, വീട്ടുകാരെ കാണാൻ പറ്റത്തില്ല, എവിടെയാണെന്നറിയത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഉണ്ടായെന്നും വരത്തില്ല. നിങ്ങൾ കൊല്ലൂല, പക്ഷെ ബാക്കിയെല്ലാം ചെയ്യും. കാര്യം നമുക്ക് ആ ഇൻഫർമേഷൻ നിങ്ങൾ എവിടെ നിന്ന് എങ്ങനെ പോയി. എൻ്റെയും സഹപ്രവർത്തകർ സ്പൈങ്ങിൽ പെട്ടുപോയവരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ സ്പൈങ്ങിൽ പെട്ടുപോയിട്ടുണ്ട്. കാര്യം അവരുടെ ദൗർബല്യങ്ങൾ ചിലപ്പോൾ പൈസയ്ക്കുള്ള ആവശ്യമായിരിക്കാം, ചിലപ്പോൾ സെക്സ്വൽ നീഡ്സ് ആയിരിക്കാം, പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് സഹകരിച്ച ആൾ പകരം ചോദിക്കുന്നത് ഇന്ന പോലൊരു ഇൻഫർമേഷൻ ആയിരിക്കാം. ഇപ്പം ഞങ്ങളിവിടെ പ്രവർത്തിച്ചിരുന്നവർ പോലും, നമ്മൾ സേനയിൽ പ്രവർത്തിക്കുന്നവർ പോലും സേഫ് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സേനയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കൂടെ ഉള്ള അയാളെ ഇൻറ്റൻഷൻസ്,
അയാളെ മോട്ടീവ്സ്, ഇതെല്ലാം നമ്മൾ എപ്പോഴും നമ്മൾ രണ്ട് കണ്ണുകൊണ്ട് വാച്ച് ചെയ്തിട്ട് വേണം. എത്ര അടുത്ത സുഹൃത്തുക്കളായാലും ഒരു സേഫ്റ്റി ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്. അതിന് ഇപ്പോൾ നമ്മൾ അറസ്റ്റ്, ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ കുറേ പേര് യൂട്യൂബേഴ്സാണ്. ഇന്ത്യയിൽ പെട്ടെന്ന് പ്രശസ്തമായ ഒരു പേരാണ് ജ്യോതി മൽഹോത്ര. ഇദ്ദേഹം ഒരു യൂട്യൂബറാണ്, ബ്ലോഗറാണ്, യാത്ര ചെയ്യുന്നു, ശകലം ഗ്ലാമറസ് ആണ്. ഇപ്പം പാകിസ്ഥാൻ എംബസി പോകുന്നു, യാത്രയ്ക്ക് വിസ ചോദിക്കുന്നു. ഒരു സിഖ് മത വിശ്വാസിയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ സിഖ് മതത്തിലെ കുറേ തീർത്ഥാടന സ്ഥലങ്ങൾ പാകിസ്ഥാനിൽ ഇപ്പോഴും ഉണ്ട്, വളരെ സജീവമായിട്ട്. അവർ വളരെ പവിത്രമായിട്ട് ആരാധിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കാറുണ്ടായിരുന്നു. ആ ലേബലിൽ ഇവൾക്ക് വിസയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ വിസയുടെ കൂടെ അവർ വേറെ എന്തൊക്കെയോ കൂടെ ചോദിച്ചതെല്ലാം അവർ കൊടുത്തു. ഇയാൾ ഒരാൾ കെട്ടിച്ചാടിയെന്ന് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന അർച്ചന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയും കൂടെ കെട്ടിച്ചാടിച്ച് രണ്ടുപേരും ഇപ്പോൾ IBയുടെ കസ്റ്റഡിയിൽ സുഖമായിട്ട് കഴിയുന്നു. അവരെ പറ്റിയിട്ടുള്ള ഇനി മറ്റു വിവരങ്ങൾ എന്തെങ്കിലും വരുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും അത് പ്രത്യേകിച്ച് 2 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസീസ് അവരുടെ ചെയ്തികൾ കംപ്ലീറ്റ് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ യാതൊരു രീതി ഇല്ലാതെ വരുമ്പോഴത്തേക്ക് മാത്രമേ ഒരാളെ എസ്പീനേജ് അല്ലെങ്കിൽ സ്പൈയിങ് കേസിന് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ രണ്ടുകൂടെ കാര്യം അങ്ങനെ കഴിയും. അടുത്തതായിട്ട് 2 മുത്തുകളെ നമുക്ക് കിട്ടുന്നത് ഹരിയാനയിലെ നൂഹ് എന്ന് പറഞ്ഞ ഒരു ജില്ലയിൽ നിന്നാണ്. ഈ നൂഹ് എന്ന് പറഞ്ഞ ജില്ല ഈയിടയ്ക്ക് പത്രമാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്ന ഒരു ജില്ലയാണ്, നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കുക. അത് ഘോഷയാത്രയൊക്കെ നടന്നു പോകുമ്പോഴത്തേക്ക് അതിനെയൊക്കെ തടസ്സപ്പെടുത്തുകയും കല്ലുവാരി എറിയുകയും ബോംബ് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജില്ലയാണ് നൂഹ് എന്ന് പറയുന്ന ജില്ല. ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പലരും ഇപ്പം ഇന്ത്യയിൽ, ഇപ്പം കേരളത്തിൽ നമ്മളൊക്കെ ഒരുവിധം സേഫാണ്. കാര്യം ഈ ഏരിയയിലൊന്നും അത്ര ആൾക്കാരില്ല. എന്നാലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽശാല കേരളത്തിലാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്. അവിടെ സ്പൈയിങ്ങിന്റെ ഒത്തിരി ഇൻസിഡൻസ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി ഇൻസിഡൻസ് അവിടെ നടക്കുന്നുണ്ട്. മറ്റ് ദേശത്തൊഴിലാളികളായിട്ട് വരുന്നുണ്ട്, പിന്നെ വർക്കേഴ്സായിട്ട് വരുന്നുണ്ട്, വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ട്. അവരൊക്കെ ഇതിൻ്റെ ഫോട്ടോസും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ പാസ്സായതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 12 അറസ്റ്റ് നടന്നിരിക്കുന്നത് ബോർഡർ ഡിസ്ട്രിക്റ്റുകളിലാണ്. ബോർഡർ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ, ഇതൊക്കെ ചേർന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നൂഹും ഒരു പാകിസ്ഥാൻ്റെ ഒരു അതിർത്തി പ്രദേശമായിട്ട് വരുന്ന സ്ഥലമാണ്. ഭൂമിയുടെ അതിർത്തിയല്ല, അവർ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഈ കഞ്ചാവ്, മയക്കുമരുന്ന് അങ്ങനെ അടിപ്പെട്ടു പോകും. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അങ്ങനെ ഒരു ക്ലോസിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയി. പലരും ലഹരിക്ക് അടിമയായി ആ ലഹരിക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനിലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതും വിറ്റതും ഒക്കെ കറുപ്പും കഞ്ചാവും ഒക്കെയാണ്. അവരുടെ പ്രധാന എക്കണോമി അതാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒരു പരിധി വരെ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ അവർ ഇന്ത്യയിലേക്ക് സ്പൈങ്ങിന് വേണ്ടിയിട്ട് അവർ ഇന്ത്യയിലേക്ക് കടത്തും, ഭീകരന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടത്തും. അപ്പം ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ ലഹരിക്ക് വേണ്ടിയിട്ട് ഇവർ ചോദിക്കുന്ന എന്ത് ഇൻഫർമേഷനും കൊടുത്തു പോകും. അത് അവരുടെ ഒരു ദൗർബല്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ഈ അതിർത്തി ജില്ലയിലുള്ളവർക്ക് വളരെ ബോധവൽക്കരണം നമ്മൾ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നും സിവിലിയൻസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ പലരും പെട്ടുപോകും. യൂത്തുകളായിരിക്കും പെട്ടുപോകുന്ന, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടുപോകുന്നവരുണ്ട്, പെൺകുട്ടികൾ പയ്യന്മാർക്ക് വേണ്ടി പെട്ടുപോകുന്നവരുണ്ട്. അവരൊക്കെ ഈ ഇൻഫർമേഷൻസ് അവർക്ക് പാസ് ചെയ്യാറുണ്ട്. ഈ നൂഹി എന്നുള്ള 2 സഹോദരങ്ങളാണ് അറസ്റ്റിലായത്. അവർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ഇവർക്ക് കൈമാറിയതായിട്ട് ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള രേഖകൾ കിട്ടിയ പ്രകാരമാണ് ഈ നൂഹി എന്നുള്ള 2 സഹോദരന്മാരെ പാലക് ഷേർ മാസി, സൂരജ് മാസി എന്ന് പറയുന്ന 2 പേരെയാണ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തത്. അവർ ക്രിട്ടിക്കലായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്ത്യക്ക് പുറത്തു കൊടുത്തതായിട്ട് അറിയാൻ കഴിയും. UPയിലെ മൊറാദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഷഹസാദ് എന്ന് പറയുന്ന ആളാണ്. ഇയാൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ പാകിസ്ഥാന് കൈമാറി എന്നുള്ള വിവരത്തിൻ്റെ പുറത്താണ് ഇദ്ദേഹത്തെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത്. അടുത്തത് ഇതിൽ പെട്ടുപോയ 3ാമത്തെ പെൺകുട്ടിയാണ്. പെട്ടുപോയെന്ന് ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് ഉൾപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഗസാല എന്ന് പറയുന്ന പെൺകുട്ടി. നമ്മളെ ജ്യോതി മൽഹോത്രയെ പോലെ പവിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഗുരുദ്വാര സന്ദർശിക്കാൻ വേണ്ടിയിട്ട്
വിസയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ എംബസിയിൽ പോയപ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒഫീഷ്യൽസുമായിട്ട് ഇവർ ബന്ധത്തിൽ വരുന്നത്. അവർ പാസ്പോർട്ടും മറ്റു വിസയൊക്കെ കൊടുക്കുകയും ചെയ്തു. 30,000 രൂപയോളം ഇവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ടു കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ഗവൺമെൻറ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്തു. വളരെ സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ, ഇവരും സോഷ്യൽ മീഡിയ ആയിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ്. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ കാഷ്വലായിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോ പോലും അത് വേറൊരാളുടെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഡേഞ്ചറായിട്ട് വരും. അപ്പോൾ ഈ കുട്ടിയും ഈ സ്പൈയിങ് കേസിൽ തന്നെയാണ്. കാര്യം അവർക്ക് ബെനിഫിറ്റ് കിട്ടി എന്നുള്ള കാര്യം ഉറപ്പിച്ചതോടാണ് ഈ കുട്ടി അറസ്റ്റ് ചെയ്തത്. നമുക്ക് കൊടുത്ത എത്ര ചെറിയ ഇൻഫർമേഷൻ ആയാലും ശരിയാണ്. വിദേശ രാജ്യത്തിൽ നിന്ന് പൈസയും കൂടെ കൈപ്പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ബുക്ക് ദേവേന്ദ്ര സിംഗ് ധില്ലൻ എന്ന് പറയുന്ന ആൾ അവരുടെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് പോയതാണ്. അവരെയും ഇവർ ഒരു ട്രാപ്പിൽ പെടുത്തി വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവരിൽ നിന്ന് കൈപ്പറ്റുകയും അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഫലം കൊടുക്കുകയും ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അയാൾ അറസ്റ്റ് ചെയ്തത്. അടുത്തത് നൈമുദ്ദീൻ ഇലാഹി എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. അയാൾ വർക്ക് ചെയ്യുന്ന പൊസിഷൻ എത്രയാണെന്ന് നമ്മൾ നോക്കണ്ട. അയാൾ ഇപ്പം നമ്മൾ ഡോവലിൻ്റെ കഥ വരുന്ന മതി ചിലപ്പോൾ ഓട്ടോറിക്ഷക്കാരനായിട്ട് വരും, റിക്ഷ ചവിട്ടുന്നവനായിട്ട് വരും, ബംഗാളിയായിട്ട് ചുമടെടുക്കാൻ വരും. നമ്മൾ കേരളത്തിൽ കണ്ടാണല്ലോ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് ഏകദേശം 100ഓളം പേര് കേരളത്തിലെ സീക്രട്ട് സർവീസസിൽ നിന്നും പലരുടെയും വീട്ടിൽ ഇറച്ചി വെട്ടാനും ഡ്രൈവറായിട്ടും കടയിൽ ക്യാഷ്യറുമായിട്ടും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു വർഷത്തോളമായിട്ട് ഇവരെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഇൻഫർമേഷൻസ് ഗാദർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരെയൊക്കെ കറക്റ്റായിട്ട് യാതൊരുവിധ ലൂപ്പ് ഹോൾസും അവശേഷിപ്പിക്കാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അത് ഇന്ത്യൻ IBയുടെ ഒരു വലിയൊരു സക്സസ് സ്റ്റോറിയാണ്. അതേപോലെ ഈ ഒരു സെക്യൂരിറ്റി ഗാർഡാണെങ്കിലും അയാൾക്ക് എന്ത് വിവരങ്ങൾ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ബന്ധുക്കൾ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിൽ പോയി വരാൻ പറ്റുമായിരുന്നു. പോയി വരാൻ പറ്റുമ്പോഴത്തേക്ക് ഇവരോട് ചെല്ലുമ്പോഴത്തേക്ക് എന്നെ ഇന്ത്യ എന്നുള്ള ഒരാളെന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ വളരെ നിരുപദ്രവകരമായ ഇൻഫർമേഷൻസ് ആയിരിക്കും ഇയാളെ നിന്ന് ചോദിച്ചതും കൊടുത്തതും. ഒന്നും വേണ്ട, അവർ ക്യാമറ ഒരു ദിവസത്തേക്ക് കൊടുത്തിരുന്നാൽ മതി. പുതിയ ക്യാമറ തരാൻ നീ ആ ക്യാമറയിൽ തരാമെന്ന് പറഞ്ഞാൽ മതി. ആ ക്യാമറകളുടെ ഇൻഫർമേഷൻസ് മുഴുവൻ അവർക്ക് കിട്ടും. അപ്പോൾ അയാളും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് പാകിസ്ഥാനിൽ കൈമാറിയെന്ന് ഉറപ്പായതോടെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്. വെറൊരു സെക്യൂരിറ്റി ഗാർഡാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാളും പാകിസ്ഥാനിൽ പോകുന്ന എല്ലാവരെയും ഇന്ത്യ ഗവൺമെൻറ് നിരീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ബന്ധപ്പെടുന്ന ഇന്ത്യക്കാരെയും ഇന്ത്യ ഗവൺമെൻറ് നിരീക്ഷിക്കുന്നുണ്ട്. അടുത്തത് മുർത്താസ അലി എന്ന ആളാണ്. ജലന്ധറിൽ നിന്നാണ് അയാൾ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഒരു ആപ്പ് ഉണ്ടാക്കി ആ ആപ്പ് വഴി ഇന്ത്യക്ക് ഉപദ്രവകരമായ വിവരങ്ങൾ ആ ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ഇത് പാകിസ്ഥാനിലോട്ട് വളരെ പ്രചരിക്കുകയും ചെയ്യും. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയെടുത്ത് തന്നെ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ നോക്കൂ, അവിടെ അറിയാം എത്ര വിമാനങ്ങൾ തകർന്നു. അപ്പോൾ നമ്മുടെ യുദ്ധത്തെ പറ്റിയിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ ഇന്ത്യയിൽ നിന്ന് എന്ന ഉദ്ദേശത്തോടെ തെറ്റായിട്ട് ആ ആപ്പിൽ അപ്ലോഡ് ചെയ്തതാണ് ഇയാൾ ചെയ്ത കുറ്റം. അതിനു വേണ്ടിയിട്ട് അയാൾ ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് പാകിസ്ഥാനിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റമായതുകൊണ്ടും അതിന് വളരെ തെളിവുകൾ ആവശ്യമില്ലാത്തതുകൊണ്ടും അയാളെ ബുക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് മുർത്താസ അലി. 2 പേരെ അറസ്റ്റ് ചെയ്ത് പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ നിന്നാണ്. അവരുടെ പേര് സുപ്രീത് സിംഗും കരൺബീർ സിംഗും. ഇവർ 2 പേരും ഇന്ത്യയുടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ മൂവ്മെന്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുമ്പോഴത്തേക്കാണ് പിടിക്കപ്പെട്ടത്. പഞ്ചാബ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവിടെയുള്ള ആൾക്കാരെ ഗവൺമെൻറ് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ നമ്മൾ കാഷ്വലായിട്ട് വിചാരിക്കുന്ന പല വിവരങ്ങളും ഗവൺമെൻറ്റിന് ഗുണകരമായിട്ട് വരാം. ഇനി അടുത്ത് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്ത ഒരു മലയാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റജസ് സിദ്ദിഖ് എന്നാണ്. നമ്മൾ സിദ്ദിഖ് കാപ്പൻ്റെ ഏതെങ്കിലും വകയിൽ ഒരു അളിയനായിട്ട് വരുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹം നാഗ്പൂരിൽ വെച്ചിട്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടുമുള്ള വാർത്തകൾ ചെയ്തു, പോസ്റ്റുകൾ ഇട്ടു.
അദ്ദേഹത്തെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ഇനി അടുത്ത് ഈ കഥയിലൊരു കോമഡി ഉണ്ട്. ഒരു മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു തൃശ്ശൂരുകാരൻ PMOയിൽ നിന്ന് എന്നവകാശപ്പെട്ട് രാഘവൻ നമ്പൂതിരി എന്നുള്ള പേരിൽ നേവിയുടെ ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് ഇന്ത്യൻ പടക്കപ്പലുകളുടെ കറണ്ട് ലൊക്കേഷൻ കൃത്യമായിട്ട് അയച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹം സുരക്ഷിതമായിട്ട് തിഹാർ ജയിലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും യുദ്ധസമയത്തും ഓപ്പറേഷൻ സമയത്തും ഒക്കെ ഓരോ പൗരന്മാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, വളരെ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവിതം ജയിലിലായിരിക്കും. നന്ദി, നമസ്കാരം.